ബഹുമാനപ്പെട്ട പബ്ലിസിറ്റി ചെറിയാൻ പ്രവർത്തകർ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, എച്ച്.എം, പ്രിൻസിപ്പാൾ, അധ്യാപകന്മാർ, പേരുണ്ടായിരുന്നു. ആദ്യമായി ജില്ലാ പഞ്ചായത്തിൽ പോയപ്പോൾ വൈസ് പ്രസിഡന്റ് ഞങ്ങളോട് ചോദിച്ചു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ കലോത്സവം ഏറ്റെടുക്കാൻ പറ്റുന്നു? വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഏറ്റെടുക്കാമെന്ന്. ഞാനൊരു നോട്ടം നോക്കിയ അയാളാണ്. പക്ഷേ എനിക്കൊരു ധൈര്യം ഉണ്ടായിട്ടില്ല. പിന്നെ അയാൾ പറഞ്ഞു കൂടാവും, എല്ലാം ശരിയാവും. അങ്ങനെ അത് ഏറ്റെടുത്തു. ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ നെഞ്ചോടുകൂടി ഏറ്റെടുത്തു. എല്ലാവരും നാട്ടുകാർ പറഞ്ഞ് എല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ധൈര്യം എനിക്ക് കിട്ടി. പിന്നെ ഈ കലോത്സവത്തിന് നാട്ടുകാർ നമ്മുടെ PTA പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം ഇങ്ങനെ ഒരു കലോത്സവം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടുത്തെ സ്കൂൾ QIT സ്കൂളാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ ഒരു കുറവുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇന്നിപ്പോൾ വെക്കേഷനിലാണ് കലോത്സവം നടക്കുന്നത്. അന്ന് വെക്കേഷനിലല്ല നടക്കണം എന്ന് ആലോചിച്ചിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ നഷ്ടമാവും, കുട്ടികളുടെ റിസൾട്ടിനെ ബാധിക്കും എന്നാൽ വളരെ ഭംഗിയായി എല്ലാവരും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. ഇന്നും അത് തന്നെ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാം നന്നായി അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. പോലെ ആക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞത് വലിയ അത്ഭുതം തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഉത്സവ പറമ്പായിട്ടാണ് നമ്മൾ ഈ 3 ദിവസം കണ്ടത്. ഇതിനു മുമ്പ് 2 ദിവസം ഓഫ് സ്റ്റേജ് പ്രോഗ്രാമും നമ്മൾ നന്നായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികം ഒരു ബാധ്യതയെങ്കിലും ഇത്ര വലിയൊരു പ്രോഗ്രാം നടത്തുന്നത് നമ്മളുടെ നാട്ടിൽ ഇത് അത്ഭുതം തന്നെയാണ്. സ്ഥലം, പരിമിതമായ സ്ഥലം നമ്മളുടെ നാട്ടുകാർ യഥാർത്ഥത്തിൽ എന്തൊരു ആക്കിത്തന്ന നാട്ടുകാരെ തന്നെയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. അതുപോലെ എല്ലാവരും ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാടാണ് മൊഗ്രാൽ. അതുകൊണ്ട് മൊഗ്രാലിൻ്റെ ഫുട്ബോളായാലും മാപ്പിളപ്പാട്ടായാലും നമ്മളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം മൊഗ്രാൽ എന്ന് പറയുന്ന ഈ ഗ്രാമം, ഇശൽ ഗ്രാമം, എന്നും നന്മകളെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഗ്രാമമാണ്. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാനും നന്മകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനുമുള്ള വളരെ ശക്തമായ ഒരു നിലപാട് ഈ ഗ്രാമത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ 64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായി മൊഗ്രാൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീ TV മധുസൂദനൻ മാഷെ പലപ്പോഴും വിളിച്ചപ്പോൾ നമ്മൾ തമ്മിൽ പറയുന്ന സഹപാഠിക്ക് എന്ന് പറയുന്ന മഹത്തായ പദ്ധതി, ഇവിടുത്തെ സ്റ്റാഫ് സെക്രട്ടറി മോഹനൻ മാഷ്, PTA പ്രസിഡന്റായിരുന്ന സിദ്ദീഖ് റഹ്മാൻ, PTA കമ്മിറ്റി ഒന്നടങ്കം മാഹിൻ മാഷ് ഉൾപ്പെടെയുള്ള പുറത്തുള്ള സമൂഹത്തിൻ്റെ എല്ലാം. 7 വർഷം ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിച്ചു. 23 വർഷം ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്തു. ഇവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷനായിട്ടാണ് ഞാൻ ഇവിടുത്തെ പോയത്. ഒരുപാട് ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ജില്ലാ കലോത്സവം മൊഗ്രാലിലേക്ക് അനുവദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പലരും എന്നെ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയേക്കാം. ആശങ്ക 2 കാര്യത്തിലാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഫൈനാൻസ് ഒരു 40 ലക്ഷം രൂപയെങ്കിലും വേണം, എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം എൻ്റെ മുന്നിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ട്രാഫിക്. ഈ ജില്ലയിലെ മൊത്തം കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും ക്രിസ്മസ് അവധിയാണ്. വരുന്ന വാഹനങ്ങളെ എവിടെ കൊണ്ടുപോയി നിർത്തും, 13 സ്റ്റേജുകൾ എവിടെ നിർമ്മിക്കും, ഈ കാര്യത്തിലാണ് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ സഹകരണത്തിൽ എനിക്ക് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് 2012 സബ് ജില്ലാ കലോത്സവം നടത്തിയിരുന്നു, 2010 സബ് ജില്ലാ ശാസ്ത്രമേള നടത്തിയിരുന്നു, ഈ കഴിഞ്ഞ വർഷം വീണ്ടും ശാസ്ത്രമേള നടത്തിയിരുന്നു. ബഷീർ മാഷിന്റെ നേതൃത്വത്തിലെ വ്യക്തിത്വങ്ങളെ, അതുപോലെ ഞങ്ങൾ അധ്യാപകർക്ക് മാതൃകയായിട്ടുള്ള ഒരുപാട് അധ്യാപകർ ഞങ്ങളുടെ കൂടെയുണ്ട്. അവിടെ ഇരിക്കുന്ന ഈ വേദിയിൽ സംഘടന ഏറ്റെടുത്ത ദൗത്യം വളരെ വലിയ ഒരു ദൗത്യമാണ് സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. അത് മികച്ച രീതിയിൽ തന്നെ ഇവിടുത്തെ PTA, നാട്ടുകാർ, അതുപോലെ സബ് കമ്മിറ്റികൾ
എല്ലാവരുടെയും സഹകരണത്തോടും അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെയും പരിശ്രമം കൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അതിന് ഇവിടുത്തെ ഒരു സന്തോഷ വാർത്ത ബഹുമാനായ PTA പ്രസിഡന്റ് ആദ്യമായിട്ട് അറിയിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മൊഗ്രാനെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തിൻ്റെ 1ാം ക്ലാസ് മുതൽ 10ാം തരം വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും ഒരു മുൻ പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ഈ സ്കൂളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓരോ സ്പന്ദനങ്ങളിലും ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിലും എൻ്റെ മനസ്സിലൊരു ശങ്ക, ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 13 വേദികൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകും. അത് വളരെ ദൂരത്തിലാകാൻ പാടില്ല. പരമാവധി 2-3 കിലോമീറ്ററിനകത്ത് തന്നെ നിൽക്കണം. കാരണം എൻ്റെ ഒരു അനുഭവ സമ്പത്തി എന്ന് പറയുന്നത് 1992 സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തി കാസർഗോഡ് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ അവസരം കിട്ടിയ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ സാഹചര്യങ്ങളോട് കാസർഗോഡ് അന്നത്തെ ടൗൺ പൊരുത്തപ്പെടാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. സംസ്ഥാന കലോത്സവം ഉൾക്കൊള്ളാൻ കഴിയും.